അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഈ പട്ടികളുണ്ടല്ലോ, ഇറച്ചിക്കടയിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കും. ആരെങ്കിലും ഒരാൾ വാങ്ങാൻ വരുമ്പോൾ ഇറച്ചി കഷ്ണം വരെ ഇട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആര് തന്നില്ലെങ്കിൽ നാവും പുറത്തിട്ടാണ് കാത്തിരിക്കുക. അതുപോലെയാണ് ദൈവൻ്റെ അവസ്ഥ. ഇതവിടെ ആരിഫ് ഹുസൈൻ്റെ അവസ്ഥ. ആരെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മുസ്ലിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റകൃത്യം ചെയ്യുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റോട്ടിലൊരു മുസല്ല വിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുമോ, നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇവന്മാർക്കൊക്കെ അണ്ണാക്കിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു എക്സ്പയർ കോയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ വിളിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ സെറ്റപ്പാണ്, ഇതൊന്നും ആർക്കറിയില്ല. എന്തായാലും കല്ലുവല്ലി, നമുക്കൊന്ന് കാണാം. ഒന്നുമില്ല സാറ്, ജസ്റ്റ് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. കോയമാരെ ഉണ്ടാക്കി കൊടുത്തതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിളിച്ചത്. ഞാന് കോയ ആയിരുന്നു മുമ്പ്, 1.5 കൊല്ലായി കോയാണ്ട് നിർത്തിയിട്ട്. അപ്പൊ എനിക്കിങ്ങനെ കോയമാര് വർത്താനം പറയുമ്പോ എനിക്കങ്ങനെ പറ്റില്ല. ഞാൻ പരമാവധി ഉണ്ടായിക്കാറാണ്, അവരോട് പറഞ്ഞു നിൽക്കാൻ വയ്ക്കില്ല. എനിക്കിപ്പോ സാറിന്റെ മാതിരി ഇങ്ങനെ ഇത് ഈ ഹദീസ് എടുത്ത് വിവരിക്കാനുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ കവയമാർക്ക് ഹദീസ് ഗ്രന്ഥമൊന്നും വേണ്ട, ജമിനി മതി. എടാ ജമിനി മതിയെന്ന് നമ്മള് കൊടുക്കുന്നത് ഏൽക്കുന്നുണ്ട്. പൊട്ടിത്തെറി ആ വാക്ക് ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ ഉണ്ട്. പൊട്ടിത്തെറി ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വേറെ കേസിലൊക്കെ ഒരു ബാല്യ ഉണ്ടായിരിക്കുമ്പോ തന്നെ വേറൊരു ബാലിനെ വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവന്മാര് അതിനൊക്കെ നല്ല പറിച്ചിട്ട് പറയും. ബാക്കി ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാം കല്യാണം കഴിച്ച 4-ാം പക്കം തന്നെ അത് ഡൈവോഴ്സായി പോവുകയും പല രീതിയിലും കൊലാകുന്നത്. ഇതൊന്നും അവന്മാരെ കണക്കാക്കലേ. മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി നടക്കുകയാണ്. എന്തായാലും അപ്പോൾ ഈ കോയയുടെ വർത്തമാനങ്ങളൊക്കെ എല്ലാവരും കേട്ടല്ലേ, എക്സ്പയർ ആയ കോയകളുടെ. അപ്പോൾ ഈ കോയകൾ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ മറ്റുള്ള മുസ്ലിമായ ആൾക്കാർക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റുള്ള മതക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കയറും. അപ്പോൾ ഒരു ദിവസം അവരെന്ത് ചെയ്യുന്നവരോ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇറങ്ങും. എങ്ങനെ എല്ലാപാട് ആൾക്കൂട്ടങ്ങൾ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കണ്ണിൽ കാണുന്ന മുസ്ലിങ്ങളെ എല്ലാം അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങും. കാരണം ഇതേപോലെ വീഡിയോ ചെയ്ത് വിഷം കുത്തിവെക്കല്ലേ. അപ്പോഴായിരിക്കും ഈ എക്സ്പയർ ആയ കോയ അവരുടെ മുന്നിലേക്ക് ചാടുക. അവരുടെ മുന്നിലേക്ക് ചാടിയതോടുകൂടി അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആക്രമിക്കാൻ വരുമ്പോൾ ഈ എക്സ്പയർ ആയ കോയ എന്ത് പറയുന്ന, അയ്യോ ഞാൻ കോയല്ലേ, എന്നെ പിടി, ഞാൻ അങ്ങനെയുള്ള ആളേ അല്ല, ഞാൻ കോയല്ല, ദൈവത്തെ എന്നെ പിടിയത്. അപ്പം ഇവന്മാരെന്ത് പറയുന്നറിയോ, നിന്റെ ട്രൗസർ അയക്കടാ, ഞാൻ നോക്കട്ടെ നിനക്ക് തുമ്പ് മുറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നോക്കുമ്പോൾ തുമ്പ് ഇങ്ങനെ മുറിച്ച് കിടക്കുന്നുണ്ടാവും. എൻ്റെ പൊന്നാര ആരിഫേ, നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ആ തുമ്പ് മുറിച്ചത് എത്രയും പെട്ടെന്ന് നീ തുന്നിക്കൂട്ടാൻ ശ്രമിച്ചോ. നീ ഇങ്ങനെ വിഷം കയറ്റ ആൾക്കാരെല്ലാം ചേർന്നിട്ട് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ ഒരു ലഹളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അന്ന് നീ പുറത്തിറങ്ങിയാൽ നിന്റെ അടിയന്തരം അതോടുകൂടി തീരുകയും ചെയ്യും. അപ്പോൾ നിന്റെ ഫോളോവേഴ്സിനോട് നീ പറയുക, എനിക്ക് എവിടെ പോയിട്ട് തുമ്പ് കിട്ടുന്നില്ല, നിങ്ങളുടെ കയ്യിൽ തുമ്പുണ്ടല്ലോ, ആ തുമ്പ് അങ്ങോട്ട് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് തുന്നിക്കൂട്ടിക്കോളാം, ആരെങ്കിലൊക്കെ എനിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തോ. അത് നിനക്ക് സേഫാണ്. അല്ലെങ്കിൽ നീ ഇങ്ങനെ വർഗീയത തുപ്പി ഒരു ദിവസം എല്ലാവരും ഇവിടെ ചേർന്നിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കലാപങ്ങളാകും, ഉറപ്പായിട്ട് ആകും. അതിൻ്റെ പരിപാടിയാണല്ലോ നീ ചെയ്യുന്നത്. അപ്പോൾ നിന്റെ തുമ്പ് നീ എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ നാളെ നീ തന്നെ പുറത്തിറങ്ങുമ്പോൾ നീ എക്സ്പയർ ആയ കോയയാണെന്നൊന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചോളം നീയും ഒരു കോയയാണ്, അത്രേ ഉള്ളൂ. നിന്നെ അടക്കം ചേർത്തിട്ട് അലക്കും. അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ ഇവനക്ക് ആരെങ്കിലൊക്കെ ഈ കോയയ്ക്ക്, എക്സ്പയർ ആയ കോയയ്ക്ക് തുമ്പ് കൊടുക്കാൻ സ്പോൺസർ ഉണ്ടെങ്കിൽ പറയുക. നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻ്റ് അടിക്കുക. ആർക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും തുമ്പ് കൊടുക്കാം.